ഇന്നത്തെ ലഞ്ച് പ്രിപ്പറേഷനിൽ സിമ്പിളായിട്ടുള്ള ഒരു പയർ കൊണ്ടുള്ള റെസിപ്പിയും പിന്നെ ഒരു ഫിഷ് ഫ്രൈയും രസമൊക്കെ ആയിട്ട് ചൂട് ചോറിൻ്റെ കൂടെ ഒരു അടിപൊളി കോമ്പിനേഷൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ രാവിലെ കിട്ടിയ മീൻ ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു വെട്ടാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ പേര് എനിക്കും അറിയത്തില്ല, എന്തോ കണ്ണൻപാര അങ്ങനെ എന്തോ ആണ് എനിക്ക് മീൻ കൊണ്ടുതരുന്ന ആൾ പറഞ്ഞത്. ഇത് പിടിക്കാൻ പോലും നമുക്ക് പേടിയാവും, കാരണം സൈഡിലെല്ലാം ഒത്തിരി മുള്ളുകളാണ്. അങ്ങനെ ഞാൻ ഈ മീനാണെങ്കിൽ എങ്ങനെ ഒന്ന് ശരിയാക്കി എടുക്കുമെന്ന് വിചാരിച്ചിട്ട് വെറുതെ ഒന്ന് സ്കിന്നൊക്കെ ഒന്ന് ചെത്തി നോക്കി. ആ സമയത്ത് നല്ല എളുപ്പമായിരുന്നു കേട്ടോ. എന്നാലും ഇത് പിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഫ്രഷ് ആയിട്ടുള്ള മീനായിരുന്നു. അങ്ങനെ പതുക്കെ അതിൻ്റെ സ്കിന്നെല്ലാം മൊത്തം പൊളിച്ചിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. മൊത്തം ചെത്തി കളഞ്ഞു സ്കിന്നൊക്കെ. സ്കിന്നിന് വെച്ചിട്ട് നന്നായിട്ട് കട്ടിയുണ്ടായിരുന്നു. ഇനി കഴിക്കുമ്പോൾ അറിയാം ഈ മീൻ ടേസ്റ്റ് ഉള്ളതാണോ എന്ന്. ആദ്യമായിട്ട് വാങ്ങിക്കുന്നതുകൊണ്ട് എനിക്കും ഒരു ഐഡിയ ഇല്ലായിരുന്നു എങ്ങനെയാണ് ഇതിൻ്റെ ടേസ്റ്റൊക്കെ വരുന്നതെന്ന്. പിന്നെ അതുകൊണ്ട് തന്നെ കറി വെക്കാം എന്നുള്ള റിസ്ക് എടുത്തില്ല. ഫിഷ് ഫ്രൈ ചെയ്തേക്കാം എന്നുള്ളൊരു തീരുമാനമായി. അങ്ങനെ ഞാൻ മീനൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തു. മൊത്തം സ്കിന്നൊക്കെ ചെത്തി കളഞ്ഞിട്ട്. നല്ല കട്ടിയുള്ള സ്കിന്നാണ് ഇതിൻ്റെ. എന്തൊക്കെ തിരക്കൊക്കെ ഉണ്ടെങ്കിലും ഉച്ചയ്ക്ക് ഒരു ഒഴിച്ചുകറിയും ഒരു തോരനും പിന്നെ ഒരു മീനിൻ്റെ കറിയോ അല്ലെങ്കിൽ മീൻ വറുത്തതോ ഒക്കെ കൂട്ടി ചോറുണ്ണുക എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സന്തോഷം തന്നെയല്ലേ. ഈ വൻപയറൊക്കെ ആണെങ്കിൽ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതെൻ്റെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന രണ്ടാമത്തെ ചട്ടി കേട്ടോ. ഇന്നലത്തെ വീഡിയോയിൽ മീൻകറി വെച്ച ഒരു പുതിയ ചട്ടി ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇതാണെങ്കിൽ ഒരു കുഞ്ഞു ചട്ടിയാണ്. ഇത് കണ്ടപ്പോൾ ഒരു ക്യൂട്ടായിട്ട് തോന്നിയത് കൊണ്ട് ഞാനത് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. ഇതും ഭയങ്കര ബുദ്ധിമുട്ടിയാട്ടോ ഞാൻ ഇവിടം വരെ പൊട്ടിക്കാതെ എത്തിച്ചത്. പെട്ടിക്കകത്ത് ഉടുപ്പിൻ്റെയൊക്കെ കൂടെ അങ്ങനെ പൊതിഞ്ഞ് വെച്ചിട്ടാണ് കൊണ്ടുവന്നത്. ഈ പയറുകറി വെക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്നാൽ നല്ല ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കാനും പറ്റും. ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ നന്നായിട്ട് ഇടിച്ചെടുത്തിട്ട് കടുകൊക്കെ പൊട്ടിച്ചിട്ട് അതൊന്ന് വഴറ്റിയിട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഈ വൻപയറും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് കറിവേപ്പിലയും കുരുമുളക് പൊടിയും പിന്നെ പെരിഞ്ചീരകവും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ച് ഒന്നെങ്കിൽ നമുക്ക് പറ്റിച്ചെടുത്തിട്ട് തോരൻ അല്ലെങ്കിൽ മെഴുക്കുവരട്ടി പോലെ എടുക്കാം, അല്ലെങ്കിൽ ചെറിയ ചാറുകറി പോലെ എടുക്കാം. ഭയങ്കര ഈസി ആയിട്ടുള്ള കറിയാണിത്. നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഒരു ഒഴിച്ചുകറിയും ഈ പയറും മീൻ വറുത്തും ഒക്കെ കൂട്ടിയിട്ട് നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ്. അങ്ങനെ എൻ്റെ പയറുകറിയൊക്കെ ഈസി ആയിട്ട് ഞാൻ റെഡിയാക്കി. ഇനി നല്ല വെള്ളച്ചോറിൻ്റെ കൂടെ കുറച്ച് രസവും പിന്നെ ഈ മീൻ വറുത്തതും ഒക്കെ കൂട്ടിയിട്ട് ഉച്ചയ്ക്ക് സിമ്പിളായിട്ടുള്ള ഒരു നാടൻ ലഞ്ചാണ് ഇന്നത്തേത്. ഇവിടെ നല്ല മഴയാണ് പുറത്ത്, ചെറിയൊരു തണുപ്പും ഒക്കെ ഉണ്ട്. അപ്പം ചൂടായിട്ട് ഇങ്ങനെയുള്ള ചെറിയ കോമ്പിനേഷൻസൊക്കെ വെച്ചിട്ട് ലഞ്ച് കഴിക്കുന്നത് ഒരു പ്രത്യേക സുഖം തന്നെയാണ് കേട്ടോ. ഞാൻ ഈ വീഡിയോസൊക്കെ എടുക്കുന്നത് ഞാൻ കുട്ടികളെയൊക്കെ സ്കൂളിൽ വിട്ടിട്ട് എൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് സമയം എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ എനിക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുന്നത്.